ഹേയ് ഹലോ, ക്രിസ്മസ് ഇങ്ങ് അടുത്തല്ലേ. ഞാൻ എൻ്റെ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ഇങ്ങനെ നോക്കി ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കണ്ണിൽ പെട്ടൊരു സാധനമാണിത്. അത് ശരിക്കും ഒരു കാർട്ടൺ ബോക്സിലായിരുന്നു. ഞാൻ പിന്നെ ഒരു ഷോയ്ക്കൊരു നല്ല ബോക്സൊക്കെ ആക്കി വെച്ചു. വേറെ ഒന്നുമല്ല, നമ്മൾ ക്രിസ്മസ് ട്രീയിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റിയ കുറേ DIY സാധനങ്ങൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതും പിന്നെ കഴിഞ്ഞ ലാസ്റ്റ് ഇയറിലൊക്കെ ഉണ്ടാക്കിയതുമായ സാധനങ്ങളാണ്. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് തിങ്സ്. ഇതിങ്ങനെ കറങ്ങുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഹാങ് ചെയ്ത് നല്ല ഭംഗിയുണ്ടാകും. പിന്നെ ഈ ഒരു സാന്റാക്ലോസൊക്കെ ഞാൻ പണ്ടെപ്പോഴോ ഉണ്ടാക്കിയതാണ്, 10th പഠിക്കുമ്പോഴൊക്കെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ ക്യൂട്ട് ലിറ്റിൽ സാന്റാക്ലോസൊക്കെ ഇതൊക്കെ ഐസ്ക്രീം സ്റ്റിക്കിലാണ്. ഇത് വന്നിട്ടൊരു കാർഡ്ബോർഡ് പീസിലാണ് ഞാൻ ഉണ്ടാക്കിയത്. എൻ്റെ കോളേജിൽ ലാസ്റ്റ് ഇയർ ചെയ്തപ്പോൾ അവിടെ ഡെക്കറേഷൻ ചെയ്തപ്പോൾ ഇൻസ്പയർ ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഇവിടെ ഒരു കാർട്ടൺ പേപ്പർ കിട്ടി കഴിഞ്ഞപ്പോൾ ഇത് ഉണ്ടാക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിമ്പിളാണ് അത് ഉണ്ടാക്കാൻ. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആ വഴി അങ്ങ് പോവുകയാണ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തന്നെ ഒരു ടാസ്ക് എന്നുള്ള രീതിയിൽ നമുക്കൊരു 30 days ചാലഞ്ച് പോലെ എന്തെങ്കിലും ക്രിസ്മസ് DIY ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റാറാണ്. എല്ലാത്തിനും ഒരു സ്റ്റാർ എന്നാണല്ലോ. അപ്പോൾ നമുക്കൊരു സ്റ്റാർ ഉണ്ടാക്കാം. സിമ്പിൾ സ്റ്റാറാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലിറ്ററി ഫോം ഷീറ്റാണ് എടുത്തേക്കുന്നത്. അത് ജസ്റ്റ് ഈ ട്രയാങ്കിൾ പീസസ് നിന്ന് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കാൻ ചെയ്തു. ബാക്കി തന്നെ പീസ് നമുക്ക് മാറ്റി വെക്കാം, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്ക്വയർ പീസിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒരു മാർക്കിങ് പോലെ ഉണ്ടാക്കി കൊടുക്കാം. ഗ്ലിറ്റർ എൻ്റെ കയ്യിൽ മുഴുവനായിട്ടുണ്ട്. ഞാനിങ്ങനെ സെൻറ്ററിൽ കൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് എല്ലാ എഡ്ജിൽ ഒരു 5 സെൻറ്റിമീറ്റർ വീതം നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 മാർക്ക് ചെയ്തിട്ടില്ലേ, അതിൽ കൂടെ ജസ്റ്റ് ഒന്ന് ആ 5 മാർക്ക് ചെയ്തേക്കുന്ന അവിടെ വരെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സിസേഴ്സ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് ആ ഓരോ എഡ്ജസും നമ്മൾ ഇതുപോലെ ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോം ഷീറ്റാണ്. ആ എഡ്ജസ് ഒന്നും നമ്മൾ വിചാരിക്കുന്നിടത്ത് ഒന്ന് മടങ്ങി നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് കത്രിയൊക്കെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പണിപ്പെടേണ്ടി വരും. ജസ്റ്റ് നമ്മൾ A4 ഷീറ്റിലെടുക്കുകയാണ്. A4 ഷീറ്റ് നോർമൽ കളർ പേപ്പറിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഞാൻ ജസ്റ്റ് ഒരു ആഡംബരത്തിന് വേണ്ടി എടുത്താൽ ഇപ്പോൾ ഷർട്ടിൻ്റെ പണിയാണ്. അപ്പോൾ ഞാനിതെല്ലായിടും ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാർക്ക് ചെയ്ത് ഫോൾഡ് ചെയ്ത് പോവുകയാണ്. 4 എഡ്ജും ഞാനിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ഫോൾഡ് ചെയ്തിട്ട് ഗ്ലിറ്ററായി നമുക്ക് തട്ടിക്കളയും. അപ്പോൾ നെക്സ്റ്റ് ഒരു ഫോം ഷീറ്റ് ഞാൻ റെഡാണ് എടുത്തേക്കുന്നത്. ഒരു സിൽവർ റെഡ് കോമ്പിനേഷനാണ് ഞാൻ സ്റ്റാർ ചെയ്യുന്നത്. അത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒരു സ്ക്വയർ പീസ് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒരു മാർക്കിങ് ഇട്ട് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് വരക്കാം. നമ്മൾ അതൊരു ഫോൾഡ് ചെയ്യുമ്പോൾ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വരച്ചു കൊടുത്ത പോലെ സെൻറ്ററിൽ കൂടെ വരച്ചു കൊടുത്ത പോലെ ഇതിനകത്തും വരക്കണം. പക്ഷേ ഇവിടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഫുള്ള് ആ ഓരോ ലൈനും കട്ട് ചെയ്ത് മാറ്റാണ്. നമ്മളൊരു 4 എക്സ്ട്രാ സ്ക്വയർ പീസാണ് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ 4 പീസായിട്ട് ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ഇതൊന്നിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക ചെയ്യണം. ഒരു ട്രയാങ്കിൾ പീസ് 4 പീസും ഇങ്ങനെ എഡ്ജ് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് സ്കെയിലൊക്കെ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആ ഒരു എഡ്ജ് ക്ലീനായി മടക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ 2 ഭാഗം ഇങ്ങനെ കൂട്ടിയെടുക്കുക. നമ്മൾ ബാക്കി വരുന്ന ആ ഒരു 2 പീസും കൂടെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ പീസിലായിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഫോമായി എടുത്തേക്കുന്നത്. ആ ഒരു ട്രയാങ്കിൾ പീസസാണ് നമ്മളിങ്ങനെ ഫോമാക്കി എടുത്തേക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ 4 പീസ് എടുത്തിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ പീസ് എടുത്തേക്കുന്നത് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കോൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു കോൺ ഷേപ്പിൽ നമ്മളിങ്ങനെ ഒന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. മടക്കിയെടുത്ത് ഒട്ടിച്ച് കൊടുക്കും. അതുപോലെ ഞാൻ ഈ സിൽവറിൻ്റെ എടുത്തിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ കാണിച്ചില്ല. അപ്പോൾ ഞാൻ ഒട്ടിക്കുന്നതൊന്ന് ക്ലിയർ ആയിട്ട് കാണിക്കാം. ആ റെഡും ഇതുപോലെ തന്നെയാണ് ഒട്ടിക്കുന്നത്. ഈ 3 ഭാഗം ഒട്ടിക്കണം ഇതിൻ്റെ ബാക്കി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു പീസ് ഒട്ടിച്ച് കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ മടക്കിയതിന് ശേഷം ആ ഒരു എഡ്ജ് നമ്മൾ പാടാണല്ലോ. അപ്പോൾ ആ എഡ്ജിൽ ആദ്യം തന്നെ കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കുക. ആ ഒരു ഗ്ലൂ ഇട്ടതിന് ശേഷം ആ എഡ്ജ് മടക്കുക. കയ്യിലൊക്കെ ഗ്ലൂ ആകും. അത് കുഴപ്പമില്ല, ആകാണ്ട് വഴിയില്ല. അതങ്ങനെ മടക്കി ഒട്ടിച്ചതിന് ശേഷം ജസ്റ്റ് ഇതും കൂടെ അങ്ങ് ഒട്ടിച്ച് കൊടുക്കുക. ഈ ഒരു സൈഡിലെ പോർഷനും കൂടെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക.
ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആ ലാസ്റ്റത്തെ ഭാഗം ആ ഒരു ഞാനിപ്പോൾ കൈ പിടിച്ചേക്കുന്ന ആ ഒരു ഭാഗം കൂടെ ഒട്ടിച്ചു കൊടുക്കണം. കാരണം എന്നാലേ ഒന്ന് സെക്യൂറായിട്ട് ഇരിക്കത്തുള്ളൂ. സോ ഞാൻ അവിടെ ഒന്ന് ഗ്ലൂ ഗണ്ണ് കൊണ്ട് ഒട്ടിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു ഗ്ലൂ ആയാലും ഫോം ഷീറ്റിൽ യൂസ് ചെയ്യാം. പക്ഷേ ഫോം ഷീറ്റിൽ യൂസ് ചെയ്യുമ്പോൾ ഫെവിക്വിക്ക് യൂസ് ചെയ്യാൻ തിരിക്കാൻ ശ്രദ്ധിക്കുക, അതത്ര ഭംഗി ഉണ്ടാവില്ല. സോ നമുക്കിതിങ്ങനെ ബാക്കി വന്ന ആ ഒരു നമ്മൾ നേരത്തെ എടുത്ത് ഒട്ടിച്ച് വെച്ച ആ ഒരു കോണും കൂടി ഇങ്ങനെ ഒരു കോർണറിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. യൂണിക്കോണിൻ്റെ കൊമ്പ് പോലെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ബാക്കി വന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഓരോ ഇതും കൂടെ നമ്മൾ ഓരോ സൈഡിലും നമ്മൾ ആ ഓരോ പോർഷനിലും നമ്മളിങ്ങനെ ഗ്യാപ്പിൽ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടിച്ചു കൊടുക്കുന്ന സൈഡിന് ബാക്കിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലോണം ഇരുന്നോളും. പിന്നെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നവർ ഗ്ലൂ ഒരുപാട് ഉപയോഗിക്കേണ്ട. ഗ്ലൂ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുറത്ത് നിന്നൊക്കെ കാണുമ്പോൾ ഗ്ലൂ ട്രാൻസ്പെറൻ്റ് ആണ്, നല്ലൊരു വ്യത്യാസം. സോ ഞാൻ അടുത്തെന്ന് വെച്ചാൽ ഇതൊന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു ത്രെഡ് എടുക്കും. നമ്മൾ ആവശ്യത്തിലെടുത്തിട്ട് അതിനേക്കാളും എക്സ്ട്രാ കുറച്ചും കൂടെ വെട്ടിക്കളയാണ് ചെയ്യുന്നത്. അതൊന്ന് വെട്ടി മാറ്റിയിട്ട് ഞാനിതിങ്ങനെ രണ്ട് സൈഡും കൂടെ ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം അത് ആ ഒരു സ്റ്റാറിലായിട്ട് അറ്റാച്ച് ചെയ്യാണ്. സോ എല്ലാവർക്കും എൻ്റെ ഈ കുട്ടി സ്റ്റാർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട് മീ.